ഭരണഘടനാ തലവനും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയും തമ്മിലുള്ള അസാധാരണമായ വാക്പോരിന് സാക്ഷ്യം വഹിക്കുകയാണ് നമ്മുടെ രാജ്യം. പശ്ചിമബംഗാളിലെ സിലിഗുരിയിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി മമതാ ബാനർജി എത്താത്തതിൽ രാഷ്ട്രപതി അതൃപ്തി പ്രകടിപ്പിച്ചു. ഈ സംഭവത്തിൽ പ്രതികരിച്ച മമത രംഗത്തെത്തിയതോടെ പുതിയ രാഷ്ട്രീയ തർക്കങ്ങളിൽ ബംഗാളിൽ തിരികൊളുത്തിയിട്ടുണ്ട്. സിലിഗുരിയിൽ നടന്ന അന്താരാഷ്ട്ര സന്താൾ സമ്മേളന വേദിയിലാണ് നാടകീയമായ സംഭവങ്ങൾക്ക് തുടക്കം. തന്നെ സ്വീകരിക്കാൻ മുഖ്യമന്ത്രിയോ മറ്റു മന്ത്രിമാരോ എത്താതിരുന്നതിൽ പരസ്യമായ അതൃപ്തി പ്രകടിപ്പിച്ചാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു സംസാരിച്ചു തുടങ്ങിയത്. ബിധാൻ നഗറിലാണ് പരിപാടി നടത്താൻ ആദ്യം തീരുമാനിച്ചതെന്നും എന്നാൽ സംസ്ഥാന ഭരണകൂടം വേദി സിലിഗുരിയിലെ ഗൊസൈൻപൂരിലേക്ക് മാറ്റിയതായും രാഷ്ട്രപതി ആരോപിച്ചു. രാഷ്ട്രപതിയുടെ പരാമർശം കഴിഞ്ഞ് മണിക്കൂറുകൾക്ക് ശേഷം വിമർശനവുമായി നരേന്ദ്രമോദിയും രംഗത്തെത്തി. സ്ഥിതിഗതിയെ അത്ഭുതപൂർവ്വമെന്നും ലജ്ജാകരമെന്നുമാണ് മോദി വിശേഷിപ്പിച്ചത്. രാഷ്ട്രപതി ഒരു ആദിവാസി സമൂഹത്തിലെ അംഗമാണെന്ന് ചൂണ്ടിക്കാട്ടിയ മോദി തൃണമൂൽ കോൺഗ്രസ് സന്താൽ സംസ്കാരത്തെ ലാഘവത്തോടെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് വിമർശിച്ചു. ഇതോടെ പ്രതികരണവുമായി മമതയും രംഗത്തെത്തി. രാഷ്ട്രപതി സ്ഥാനത്തെ BJP രാഷ്ട്രീയ അജണ്ടകൾക്കായി ദുരുപയോഗം ചെയ്യുകയാണെന്ന് മമത ആരോപിച്ചു. ഗോത്രവർഗ്ഗക്കാർക്കെതിരെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ച് മമത ചോദ്യങ്ങൾ ഉയർത്തി. മണിപ്പൂരിലെ ഗോത്രവർഗ സ്ത്രീകൾ ആക്രമിക്കപ്പെട്ടപ്പോൾ രാഷ്ട്രപതി എന്തുകൊണ്ട് മൗനം പാലിച്ചു എന്നായിരുന്നു മമതയുടെ പ്രധാന ചോദ്യം. സംഘാടകർ വേണ്ടത്ര തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടില്ലെന്ന് രാഷ്ട്രപതിയുടെ സെക്രട്ടേറിയറ്റിനെ അറിയിച്ചിട്ടും സ്വകാര്യ സംഘടന നടത്തിയ അന്താരാഷ്ട്ര ആദിവാസി സന്താൽ സമ്മേളനത്തിലേക്ക് രാഷ്ട്രപതി എത്തുകയായിരുന്നുവെന്ന് മമത വ്യക്തമാക്കി. വോട്ടർ പട്ടികയിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകളെ ഒഴിവാക്കുന്നതിനെതിരെയുള്ള സമരത്തിലാണ് താനെന്നും അതുകൊണ്ടാണ് സിലിഗുരിയിൽ എത്താതിരുന്നതെന്നും മമത വിശദീകരിച്ചു. ബംഗാളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ ഗോത്രവർഗ വോട്ടുകളെ സ്വാധീനിക്കാനുള്ള BJPയുടെ നീക്കമാണ് രാഷ്ട്രപതിയുടെ സന്ദർശനത്തിന് പിന്നിലെന്നാണ് തൃണമൂൽ കോൺഗ്രസ് ആരോപിക്കുന്നത്. എന്നാൽ മുഖ്യമന്ത്രി രാഷ്ട്രപതിയെ അപമാനിച്ചുവെന്നാണ് BJPയുടെ ആരോപണം. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.